മഹാത്മാഗാന്ധിയുടെ ശിഷ്യനായിരുന്നു വിനോബ ഭാവെ. അദ്ദേഹം ഭാരതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്ര ആരംഭിച്ചു. മഹത്തായ ഒരു ദൗത്യത്തിന് വേണ്ടിയായിരുന്നു അത്. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഭൂദാന പ്രസ്ഥാനം. കയറിക്കിടക്കാൻ ഒരു കൂര വയ്ക്കാൻ ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്തവർക്ക് വേണ്ടി ഭൂമി സമ്പന്നന്മാരിൽ നിന്നും ദാനമായി സ്വീകരിച്ചുകൊണ്ട് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു ഭൂദാന പ്രസ്ഥാനം. ഈ ഭൂദാന പ്രസ്ഥാനം ഭാരതമാസകലം അറിയപ്പെടുകയും അത് വളരെയേറെ ജനപിന്തുണ ആകർഷിക്കുകയും ചെയ്ത സമയത്ത് ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഒരാൾ ഒരു കാറ് സംഭാവന ചെയ്തു. യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ഭാരതം മുഴുവൻ എത്തിച്ചേരാൻ ഈ കാർ അദ്ദേഹത്തിന് സഹായകമാവട്ടെ എന്ന് കരുതി. അങ്ങനെ ആ സംഘം കാറിൽ യാത്ര ആരംഭിച്ചു. ഒരിക്കൽ ഒരു വിദൂരമായ ഗ്രാമപ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയിൽ വെച്ച് കാറ് കേടായി. കാറ് കേടായ സ്ഥലത്തു നിന്ന് ഇവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ 1 കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ആ കാർ നന്നാക്കണമെങ്കിൽ 4 കിലോമീറ്റർ ദൂരെ പിന്നോട്ട് സഞ്ചരിച്ച് ഒരു വർക്ക് ഷോപ്പിൽ എത്തേണ്ടതുണ്ട്. എന്തു വേണം എന്ന് ആലോചനയായി. അവസാനത്തെ തീരുമാനം ഇതായിരുന്നു: 4 കിലോമീറ്റർ പുറകിലേക്ക് പോയി കാർ നന്നാക്കിയതിനു ശേഷം തിരിച്ചു വന്ന് മുന്നോട്ടുള്ള 1 കിലോമീറ്റർ യാത്ര ചെയ്യാം. അതായത് സുഖ സൗകര്യങ്ങൾ നമ്മൾ ആസ്വദിച്ചു തുടങ്ങിയാൽ പിന്നെ അതിൽ നിന്ന് മോചനമില്ല എന്നൊരവസ്ഥ നേതാക്കളെ പിടികൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സുഖ സൗകര്യങ്ങളിലേക്ക് ആഴ്ന്നു പോകാതെ സ്വയം നിലനിൽക്കാനുള്ള കഴിവ് ഓരോ നേതാവിനും ഉണ്ടായിരിക്കണം. അതല്ല എങ്കിൽ സുഖ സൗകര്യങ്ങൾ നേതാക്കളെ കീഴ്പ്പെടുത്തും. പതുക്കെ പതുക്കെ അവരുടെ പ്രസ്ഥാനങ്ങളെയും കീഴ്പ്പെടുത്തും. അവസാനം ചരിത്രത്തിൽ നിന്നും ആ പ്രസ്ഥാനങ്ങളും ആ നേതാക്കളും തുടച്ചു മായ്ക്കപ്പെടുകയും ചെയ്യും.